അതിരപ്പള്ളിയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിന് കൈത്താങ്ങ് എന്ന നിലയിൽ നിർമ്മാണം തുടങ്ങിവെച്ച KTDCയുടെ യാത്രി നിവാസ് എങ്ങുമെത്താത്ത നിലയിൽ. അതിരപ്പള്ളി എസ്കർവിന് സമീപത്തെ KTDCയുടെ 5 നില കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് മുടന്തി നീങ്ങുന്നത്. സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിക്കാത്തതാണ് കാരണമായി കരാറുകാർ ചൂണ്ടിക്കാട്ടുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ വകുപ്പ് മന്ത്രിയായിരിക്കെ 2017 10 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച 5 നില കെട്ടിടത്തിന്റെ തറക്കല്ലിട്ടത്. ആദ്യഘട്ടത്തിൽ ഇതിന് 5 കോടി രൂപയും അനുവദിച്ചു. എന്നാൽ 2018 പ്രളയം നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചു. ഇന്റീരിയർ പ്രവൃത്തി, ലിഫ്റ്റ് എന്നിവ ഉൾപ്പെടുന്ന 2ാം ഘട്ട നിർമ്മാണത്തിന് 2022 5 കോടി രൂപ കൂടി അനുവദിച്ചത്. പെയിന്റിംഗ്, ഫർണിഷിംഗ് എന്നിവ ഉൾപ്പെടുന്ന 3ാം ഘട്ട നിർമ്മാണത്തിന് ഇനിയും 3 കോടി രൂപ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. ട്രഷറി പ്രശ്നത്തിൽ കുടുങ്ങി അനുവദിച്ചതിൽ 3 കോടി രൂപ ഇനിയും കരാറുകാരായ സിൽക്കിന് വന്നു ചേർന്നിട്ടുമില്ല. അതിരപ്പള്ളിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് താമസിക്കാൻ കുറഞ്ഞ ചിലവിൽ മുറികൾ ലഭ്യമാക്കുന്നതാണ് യാത്രി നിവാസിന്റെ പ്രത്യേകത. പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും എത്രയും വേഗം കെട്ടിട പൂർത്തീകരണത്തിന് ഫണ്ട് ലഭ്യമാക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. TCV ചാലക്കുടി.